Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. ഞാൻ ഇന്ന് വന്നത് പുതിയൊരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ് ഏതാ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ആണ് ഇതിന്റെ കാര്യം. ഞാനിങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൺലൈൻ തട്ടിപ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കേരള പോലീസിന്റെ 1930 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടോട് കൂടി നമുക്കൊരു സ്ഥാപനം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, സെക്യൂർ സൈബർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചെറിയൊരു എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു തരും. പിന്നെ ഒരു കാര്യം കൂടി, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ പുതിയ ഓൺലൈൻ തട്ടിപ്പ് കൂടെ അൺനോൺ നമ്പേഴ്സ് എന്ന് വന്നിട്ടുള്ള കോളിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ നിങ്ങളുടെ നേക്കഡ് ഫോട്ടോസ് എന്താ എങ്ങാനും പുറമെ ഫോട്ടോസോ വിഷ്വൽസോ പുറമെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ 100% റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. അതിനും ഈ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതേ സസ്പെൻസ് കളഞ്ഞ് എന്നാലും പറയാം. അൺനോൺ നമ്പേഴ്സ് അറിയാം, നമുക്ക് പരിചയമില്ലാത്ത നമ്പേഴ്സ്. അപ്പം ടെലിഗ്രാം, വാട്സപ്പില് അതേപോലെ കോളിലും വീഡിയോ കോൾ ആയിട്ട് അൺനോൺ നമ്പേഴ്സ് എന്ന് വരാണ്. മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ FB ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, FB ഇൻസ്റ്റയിലും ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ഈ അൺനോൺ നമ്പേഴ്സ് നിന്ന് കോള് വരാം. അങ്ങനെ കോള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾ അത് ഓൺ ചെയ്യും. വീഡിയോ കോൾ ആണ്, അപ്പൊ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓൺ ആയിരിക്കും. അങ്ങനെ ഓൺ ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഓൺ ആയിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കണ പോലെ തോന്നും. അവിടെ അപ്പുറത്ത് അശ്ലീല വീഡിയോയോ അല്ലെങ്കിൽ ഫുൾ നേക്കഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലേഡീസിന്റെ വീഡിയോ ആയിരിക്കും. ഈ ഒരു 2 സെക്കൻഡ് അവര് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് ബാക്കി AI സഹായത്തോടു കൂടി ബാക്കി വീഡിയോസും കൂടി ഉണ്ടാക്കി. ഇപ്പൊ തന്നെ അറിയാം, നമ്മൾക്ക് കിസ് ചെയ്യുന്ന വീഡിയോസ് എന്ത് വേണമെങ്കിലും AI ഉണ്ടാക്കാൻ പറ്റുന്ന കാലാണ്. സൂപ്പർമാൻ വന്നിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെ ഇതാണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ 1-2 പടത്തിൽ മമ്മൂട്ടിനെ AI വെച്ചിട്ട് ചെയ്ത ചരിത്രം വരെ നമുക്കറിയാം. മൂവിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ടൈമില് നിങ്ങളറിയാതെ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് അവര് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതായത് പൈസ, ഒരു കാരണവശാലും പൈസ കൊടുത്തു പോയെടുത്ത് കേട്ടോ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് അന്തല്ലാണ്ട പോവും. അപ്പൊ അത് പറഞ്ഞിട്ട് 2-3 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ നമ്മളത് റിമൂവ് ചെയ്ത് കൊടുത്തു. അത് റിമൂവ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് NCI പിന്നെ സൈബർ സെല്ലിന്റെ 2-3 കാര്യങ്ങളും കൂടെ ചെയ്ത് നമ്മളത് റിമൂവ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് തന്നെ അത് വേണമെങ്കിൽ സ്വന്തം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അത് റിമൂവ് ചെയ്യും. പിന്നെ അവർക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അതേപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യാനോ പറ്റില്ല. ഷെയർ ചെയ്യാൻ പേഴ്സൺ ടു പേഴ്സൺ ഷെയർ ചെയ്യാനല്ലാണ്ട് വേറെ പ്ലാറ്റ്ഫോംസിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു അൺനോൺ നമ്പേഴ്സിന്റെ കോള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. ഇനിയിപ്പോ വീഡിയോ കോൾ ആണ്, നമുക്ക് അറിയണ ആരെങ്കിലും പുതിയ സിം എടുത്തിട്ട് വിളിക്കാനോ നോക്കുകയാണെങ്കിൽ ഇത് മിക്കവാറും ഡൽഹിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെയുള്ള കോളായിരിക്കും. എടുക്കരുത്. ഫസ്റ്റ് കാര്യം, നമുക്ക് വാട്സപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ അൺനോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്നെങ്കിൽ എനേബിൾ ചെയ്തിടാം. അപ്പൊ കോൾ അവിടെ വരും, നോട്ടിഫിക്കേഷൻ പിന്നെ വരികയുള്ളൂ. പിന്നെ നമുക്ക് അവരുടെ പ്രൊഫൈല് സെർച്ച് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തിരിച്ചു വിളിക്കാം. അതൊരു കാര്യം. അല്ലെങ്കിൽ ഓഡിയോ കോൾ നോക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് മെസ്സഞ്ചറിലോ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ കോൾ എടുക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമറ കവർ ചെയ്ത് പിടിച്ചിട്ട് വേണം വീഡിയോ എടുക്കുക. അപ്പൊ നിങ്ങളെ ഫേസ് കാണില്ല. അപ്പൊ അവർക്ക് അങ്ങനെ AI വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യം ശ്രദ്ധിക്കുക. പക്ഷെ പെട്ടെന്ന് നമുക്കൊരു വീഡിയോ കോൾ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് എടുത്തു പോകും. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ സൈബർ സെല്ലിലും പോലീസിലും പോവാം, അത് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ചെയ്തു തരുന്നതാണ് സ്റ്റോപ്പ് NCI. അത് ചെറിയൊരു ചാർജ് ചെയ്യാൻ വാങ്ങുന്നതാണ്. കാരണം നമ്മളത് ഇത്രയും വർക്ക് ചെയ്തു കൊടുക്കുന്നതാണല്ലോ. അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അന്നത്തെ വീഡിയോ വന്നത്. പെയ്ഡ് പ്രൊമോഷൻ അല്ല, നമ്മൾ ചെയ്തു കൊടുക്കുന്ന സർവീസ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു വാൽക്കാഷനായിട്ട് ഒരു കാര്യം പറയാം. ഇങ്ങനത്തെ സ്കാമേഴ്സിന് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ഒറിജിനൽ കോപ്പി തരും. അത് പിന്നെയും പറയും ഞങ്ങളുടെ വേറെ കോപ്പി ഉണ്ട്, ഇനി ഫൈനൽ സെറ്റിൽമെന്റ് ഒരു 50,000 അതും കൊടുക്കും. പിന്നെ പറയും 1,00,000 പറയും. അതുകൊണ്ട് ഇവര് തട്ടിപ്പുകാരാണ്. എനിക്കറിയുന്ന 2-3 ആൾക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും പെടരുത്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.